Watch full episodes on Jio Hotstar. അതാണ് ഗ്യാസ്. അയ്യോ വേണ്ട. ആരെ നമ്മള് വിളിക്കുന്നത്? Zibaiska, Katum, Pushtu. അല്ല അതെന്തായാലും നന്നായി. അല്ല ഏതായി പെണ്ണ്? രുദ്ര, ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. മെർമെയ്ഡ് ലാൻഡൻ അപകടത്തിലാണ്. അല്ല നീ ആരാ? എന്റെ പേര് മെറീന എന്നാ. ഞാൻ മെർമെയ്ഡ് ലാൻഡിന്റെ പ്രിൻസസ് ആണ്. ഞങ്ങളുടെ ലാൻഡിൽ ഇപ്പോ ഹിപ്പോ ലാൻഡിന്റെ ക്യൂൻ, ഹൈഡ്ര എല്ലാം അപകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ്. ഞങ്ങളെ എല്ലാവരും അടിമകളാക്കി മാറ്റിയിരിക്കുകയാ. റെഡ് അലേർട്ട്. ഹിപ്പോകാമ്പ് ബിറ്റ്വീൻ ഹൈഡ്ര ഇങ്ങോട്ട് വരുന്നുണ്ട്. അവള് ഭയങ്കര അപകടം പിടിച്ച മജീഷ്യനാണ്. അവൾ ആര് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാലും അവരെയൊക്കെ അവള് മാജിക് പവർ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ്. അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ചെറിയ ജോലിയുണ്ട്. എനിക്ക് നിങ്ങളുടെ ഈ ടിയർ ഡ്രോപ്പിന്റെ ആവശ്യമുണ്ട്. എന്ത്? വേണ്ട, ഞങ്ങൾക്കത് തരാൻ പറ്റില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഞങ്ങളുടെ ടിയർ ഡ്രോപ്സിൽ ഒരുപാട് പവേഴ്സ് ഉണ്ട്. ഈ ടിയർ ഡ്രോപ്സ് ആരുടെ കയ്യിലുണ്ടോ അവര് വളരെ ശക്തിശാലിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചോദിച്ചത്. നിങ്ങൾക്കാർക്കും മാജിക്കും അറിയില്ല. നിങ്ങൾക്കാർക്കും എന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യവുമില്ല. നിങ്ങളുടെ കണ്ണുനീർ തുള്ളി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാരെക്കാളും പവർഫുൾ ആയി മാറുന്നതാണ്. പിന്നെ എന്നെ ഈ ലോകത്തിലെ ഒരു മജീഷ്യനും തോൽപ്പിക്കാനാവില്ല. ഞങ്ങൾ വിചാരിച്ചാൽ പോലും നിനക്ക് ഞങ്ങളുടെ ഡിഎ ഡ്രോപ്സ് തരാൻ പറ്റില്ല. ഡിഎ ഡ്രോപ്സ് ഉണ്ടാക്കുന്നത് പോലും ഞങ്ങളുടെ കയ്യിലല്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. അതെ, നീ ഇവിടുന്ന് പോയിക്കോ. റോയൽസ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മറ്റുള്ളവരാരും ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ഹൈഡ്ര, നീ എന്ത് തന്നെ ശ്രമിച്ചാലും ശരി, നിനക്ക് ആ ടിയർ ഡ്രോപ്സ് തരാൻ ഒരിക്കലും പറ്റില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ തരില്ല. അറിയാം, എനിക്കതറിയാം. പക്ഷെ അത് വാങ്ങിക്കാൻ എനിക്ക് ഒരുപാട് വഴികൾ അറിയാം. ഗാർഡ്സ്, പ്രിൻസസ് മറീനയെ പിടിച്ച് അവളുടെ കഥയങ്ങ് തീർത്തേക്ക്. വേണ്ട മറീന, ഓടിക്കൂ. ഞാനൊരിക്കൽ നിന്നെ കടലിന്റെ കരയിൽ വെച്ച് നിന്റെ മാജിക് പവർ ഉപയോഗിച്ച് ഒരു മജീഷ്യനെ കൊല്ലുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ സഹായം തേടി ഇങ്ങോട്ട് എത്തിയത്. ഫ്ലാഷ് ബാക്ക് ഒക്കെ തീർന്നല്ലോ. ഇനിയെങ്കിലും താഴേക്ക് ഇറങ്ങി വാ. സോറി.
രുദ്ര പ്ലീസ് ഞങ്ങളെ ഹൈഡ്രയിൽ നിന്ന് രക്ഷിക്കണം. എനിക്കറിയാം നിനക്ക് മാത്രമേ ഞങ്ങളെ അവളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റൂ. ഞങ്ങൾ എങ്ങനെയാ നിങ്ങളെ രക്ഷിക്കുക? ഞങ്ങൾ എങ്ങനെയാ വെള്ളത്തിനടിയിൽ ശ്വസിക്കുക? അത് പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ സഹായിച്ചേനെ. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ രുദ്ര? അല്ല, അതൊന്നും പ്രശ്നമല്ല. മൈര, നമുക്ക് വെള്ളത്തിനടിയിൽ പോകാൻ പറ്റും. നമ്മുടെ മാജിക്കൽ പവർ യൂസ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ തീർച്ചയായിട്ടും ഇവളെ സഹായിക്കണം. ഈ വരൂ, ഇനി നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ ശ്വസിക്കാനും പറ്റും, സംസാരിക്കാനും പറ്റും. രുദ്ര താങ്ക് യു. നീ ഞങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. വെൽക്കം ടു മെർമെയ്ഡ് ലാൻഡ് ഫ്രണ്ട്സ്. വാവ്, നിന്റെ സിറ്റി കാണാൻ വളരെ നന്നായിട്ടുണ്ട്. ആ അല്ല, ഇത് സംഗതി കൊള്ളാലോ. വെള്ളത്തിനടിയിലും ഇതുപോലൊരു ലോകം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ ഹൈഡ്ര ഞാൻ വരുന്നുണ്ട്. മിറർ മിറർ എന്ന് നീ പറയ്, ഞാൻ എത്ര സുന്ദരിയാണെന്ന് പറയ്. ആ, 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 ഓ, അത്രയ്ക്കൊന്നും സുന്ദരിയാവാൻ പാടില്ലല്ലേ? മിറർ പോലും ക്രാക്ക് ആയി പോയി. വേറൊരു മിറർ കൊണ്ടുവരൂ. അഴകു കൊണ്ടല്ല, നിന്റെ ആ നശിച്ച മോന്ത കണ്ട് സഹിക്കാൻ പറ്റാതെയാ കണ്ണാടി ക്രാക്കായത്. എത്ര മിറർ ഇവളിങ്ങനെ പൊട്ടിക്കും? എല്ലാവർക്കും ഇതറിയാം. നിങ്ങൾ ഭയങ്കര സുന്ദരിയാണ്. അതെ അതെ അതെ, എനിക്കും അറിയാം. ശരി, ഒരു കാര്യം പറ, ഇന്നത്തെ ഭക്ഷണം ആരാണ് ഉണ്ടാക്കിയത്? അത് പിന്നെ ഞാനാ ഉണ്ടാക്കിയത്. ആ, ആ. അവൾ വളരെ ഡേഞ്ചറസ് ആണല്ലോ. അതുകൊണ്ടാ ഞാൻ വരണ്ടെന്ന് പറഞ്ഞേ. ഇത്രയ്ക്ക് മോശമായ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റില്ല. നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എനിക്കുണ്ടാക്കാൻ അറിയാം. നിങ്ങൾ ഇതെന്താ ചെയ്യുന്ന രംഗീല? നമ്മൾ കുടുങ്ങി പോവും. സോറി. ആരാ പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? എന്റെ മുന്നിൽ വാ. ആരാടാ അത്? ആരാ വിളിച്ചു പറഞ്ഞത്? പിന്നെന്തിനാ ഒളിച്ചിരിക്കുന്നേ? എന്റെ മുന്നിൽ വാ. അല്ല, ഇവനാരാ? മനുഷ്യനോ? മനുഷ്യൻ എങ്ങനെയാണ് നമ്മുടെ സാമ്രാജ്യത്തിലെത്തിയത്? എവിടുന്നാ നീ വന്നത്? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എന്തിനാടാ വന്നത്? അല്ല, അത് പിന്നെ എനിക്ക് തെറ്റിപ്പോയി. അല്ല, പറ്റിപ്പോയി. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഒരു മറുപടിയേ ഉള്ളൂ. എന്റെ പേര് രംഗീല. ഞാനൊരു മജീഷ്യനാ. പിന്നെ എനിക്ക് പറക്കാനും പറ്റുമെന്നേ. പക്ഷേ ഞാനെങ്ങനെ പാതാളത്തിലേക്ക് വന്നെന്ന് അറിയില്ല. അതും വെള്ളത്തിനടിയിൽ എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അത് കൊള്ളാം. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാലോ? ആ അറിയാം. അതെയോ? എങ്കിൽ തുടങ്ങിക്കോ. ഈ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട്. ഇന്നു മുതൽ നീ മാത്രമാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. ഇല്ല. അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റാത്തത്? തീർച്ചയായിട്ടും ചെയ്യാന്നേ. വളരെ നല്ലത്. ഞാനിപ്പോ സന്തോഷത്തിലാണ്. ആ, പിന്നൊരു കാര്യം പറ, എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അത്
അത് പിന്നെ വളരെ ക്യൂട്ടായിട്ടുണ്ടെന്നേ. ഓ റിയലി? വീണ്ടും പറ, വീണ്ടും പറ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ക്യൂട്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഭയങ്കര ക്യൂട്ടാണെന്നേ. നിങ്ങളെ കാണാൻ ഭയങ്കര ക്യൂട്ടാണെന്നേ. നീ വളരെ നല്ലവനാണ്. എന്റെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനി മുതൽ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഓ നോ രംഗീല, ഞാൻ കുടുങ്ങി പോയല്ലോ. ഞാനിപ്പോ എന്റെ മേക്കപ്പ് റൂമിലേക്ക് പോവാ. നമ്മളിപ്പോ രംഗീലയെ രക്ഷിച്ചേ പറ്റൂ. അവളുടെ ഈ മേക്കപ്പ് റൂം എവിടെയാ ഉള്ളത്? അതാ അവളുടെ ബെഡ്റൂം. എപ്പോഴും അവള് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. രംഗിൽ ഇപ്പൊ സേഫ് ആണ്. നിങ്ങളെ ഞാൻ ആദ്യം എന്റെ അമ്മയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവര് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വരൂ. അമ്മേ, അച്ഛാ. മറീന, ഓ മരീന, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ദൈവത്തിന് നന്ദി. ഇവരൊക്കെ ആരാണ്? അമ്മേ, അച്ഛാ, ഇതാണ് രുദ്ര. ഹലോ കിങ് ആൻഡ് ക്വീൻ. ഓ, അപ്പൊ നീ സ്വപ്നം കണ്ടത് ഇവനെയാണോ? സ്വപ്നം കണ്ടെന്നോ എന്ന് വെച്ചാ? ഒരിക്കൽ ഈ രുദ്ര കടൽക്കരയുടെ അടുത്ത് ഏതോ ഒരു പവർഫുൾ മജീഷ്യനുമായി ഫൈറ്റ് ചെയ്തു. എന്നിട്ട് അവന് തോൽപ്പിക്കുകയുമുണ്ടായി. എന്റെ മോൾ അതൊക്കെ പതുങ്ങിയിരുന്ന് രസിക്കുകയായിരുന്നു. അന്നു മുതൽ രുദ്ര അവളുടെ സ്വപ്നത്തിൽ വരുമായിരുന്നു. ഉറക്കത്തിൽ അവൾ അവനുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. രുദ്ര, നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വരൂ. ഹൈഡ്രോപ്പ് അവളുടെ മേക്കപ്പ് റൂമിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് അവളെ അറ്റാക്ക് ചെയ്യാം. വേഗം പറ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നിങ്ങൾ ക്യൂട്ടാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷാന്നറിയോ? മിറർ മിറർ, എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറയൂ. ആ, ആ, എന്നാ നീ പറ. ആ, എന്നാ നീ പറ. ഇതൊക്കെ കാണുമ്പോ എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നു. മിറർ എന്റെ സൗന്ദര്യം കണ്ട് ഓരോന്നും ക്രാക്കായി വീഴുകയാണ്. നിങ്ങൾ സുന്ദരിയായതുകൊണ്ട് മിറേഴ്സ് ക്രാക്ക് ആവുന്നതല്ല, അത് നിങ്ങളെ കണ്ട് പേടിച്ചിട്ടാണ് ക്രാക്ക് ആവുന്നത്. നിങ്ങളോട് അതിന് സത്യം പറയാൻ പറ്റുന്നില്ല. വിശ്വാസം അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. ഇതെല്ലാം തെറ്റാണ്. വേഗം പറയൂ മിറേഴ്സ്, ഞാൻ സുന്ദരിയാണോ അല്ലയോ? ഉള്ള സത്യം തുറന്നു പറയേ. നീ സുന്ദരിയൊന്നുമല്ല. നീ സുന്ദരിയൊന്നുമല്ല. നീ സുന്ദരിയൊന്നുമല്ല. നീ സുന്ദരിയൊന്നുമല്ല. നീ സുന്ദരിയൊന്നുമല്ല. അവരിങ്ങനെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ എല്ലാവരെയും അടിമയാക്കി വെക്കുന്നത് തെറ്റാണ്. നീ ഇവിടെ ഉള്ള എല്ലാവരെയും പേടിപ്പിച്ച് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അവരെ മര്യാദയ്ക്ക് വിട്ടേക്ക്. നീ ആഗ്രഹിക്കുന്ന ടിയർ ഡ്രോപ്സ് കിട്ടില്ല. ആർക്കെന്നെ തടയാൻ പറ്റും? ആരാ ഉള്ളത്? നീ എന്നെ തടയുമോ? എടാ, നീ നിന്റെ സൈസ് കണ്ടിട്ടുണ്ടോ? രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവറേയും സംശയിക്കരുത്. അതെയോ? അത് ശരി, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണല്ലേ? ആ. രുദ്ര, മഹാറാണി, അവൾ ഓടി രക്ഷപ്പെട്ടോ? ആ മേക്കപ്പ് ഒന്നും നിർത്തിക്കൂടെ? വരൂ എന്റെ കൂടെ. മേക്കപ്പ് ചെയ്യുമ്പോ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ആരാടാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്?
ആ? ഒരു മിനിറ്റ്, നീ എന്താടാ പറഞ്ഞത്? രുദ്ര! രുദ്ര, ഒരു പക്ഷെ നീ ഓടിക്കളിച്ചതെല്ലാം മതിയായെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ആവശ്യം മെർമൈഡ്സിന്റെ ടിയർ ഡ്രോപ്സ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതും കൊണ്ട് ഇവിടുന്ന് പോകും. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഹൈഡ്ര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആ? ആ? ആ! ഓ, ഉവ്വ. ആ? ആ? ആ! ഓ, ഉവ്വ. ഹോ. ഓ, ഓ. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിടാൻ. രുദ്ര, മര്യാദക്ക് നീ എന്റെ മുൻപിൽ സറണ്ടർ ആയേക്ക്, അല്ലെങ്കിൽ ഇവളുടെ കഥ ഞാൻ അവസാനിപ്പിക്കും. അവളെ വിട്ടേക്ക്. ഞാൻ നിങ്ങളുടെ മുന്നിൽ സറണ്ടർ ആവാൻ തയ്യാറാണ്. ഓക്കേ, കൈ താഴെ വെച്ച് മിണ്ടാതെ അവിടെ തന്നെ നിക്ക്. മറീന! ഹൈഡ്ര, ഒന്ന് നിൽക്ക്. ഞാൻ സറണ്ടർ ആയി കഴിഞ്ഞു. നീ മരീനയെ വിട്ടേക്ക്. രുദ്ര, എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് വേണ്ടി നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി. Teardrops. അതാണ് എനിക്ക് ആവശ്യം. ആ? 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 വേണ്ട. നോ. ശിപ്പായികളെ, അവന്റെ കഥ അവസാനിപ്പിക്കൂ. ഇവൻ എല്ലാവരെയും കൊന്നൊടുക്കുമെന്നാ തോന്നുന്നത്. Oh!
മര്യാദയ്ക്ക് അവിടുന്ന് പൊയ്ക്കണം. ഇനി ഒരിക്കലും തിരിച്ചു വരരുത്. രുദ്ര, ഞാൻ ഇനി ആരെയും ഒരിക്കലും ശല്യപ്പെടുത്തില്ല. ആ, ആ, അതെ, ഞാൻ രംഗിലെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ പ്ലീസ്. ഓക്കെ ഓക്കെ, ദേഷ്യപ്പെടണ്ട. രുദ്ര, താങ്ക് യു സോ മച്ച്. യു വെൽക്കം. Watch India's largest kids library only on Jio Hotstar. Download the app now.